ഡിയർ ഫ്രണ്ട്സ്, യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ. ഹിസ്റ്റോറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, ഇന്ത്യൻ വിദ്യാഭ്യാസം. അപ്പോൾ ഇങ്ങനൊരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം കൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. കാരണം നെക്സ്റ്റ് സാറ്റർഡേ ശനിയാഴ്ച 7-ാം തീയതി നമ്മുടെ LP UP എക്സാം നടക്കുന്നത്. അപ്പോൾ അവർക്ക് കൂടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് കൂടി ഗുണകരമാകാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാം, പ്രധാനപ്പെട്ട കമ്മീഷനുകളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. സോ നമുക്ക് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് 2 ആർട്ടിക്കിൾ പഠിക്കാനുണ്ട്, 2-3 ഭേദഗതികൾ പഠിക്കാനുണ്ട്. നമുക്ക് പോകാം. ഫസ്റ്റ് അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് ആർട്ടിക്കിൾ 45 ആണ്. എന്താണ് ആർട്ടിക്കിൾ 45 എന്ന് പറഞ്ഞാൽ? ആർട്ടിക്കിൾ 45 എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം തന്നെ ചൈൽഡ്ഹുഡ് കെയറും അതോടൊപ്പം തന്നെ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസമാണ്. ഇതൊരു നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ലിബറൽ ഭാഗത്ത് പറയുന്ന ഭാഗമാണ് ആർട്ടിക്കിൾ 45. അപ്പൊ വിദ്യാഭ്യാസത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് 45. പക്ഷേ അത് മാർഗനിർദ്ദേശക തത്വങ്ങളിലുള്ള ഒരു ഭാഗമാണെന്ന് പറയുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങൾ തന്നെ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളും ഗാന്ധിയൻ പ്രിൻസിപ്പിളും ലിബറൽ പ്രിൻസിപ്പിളും. ആ ലിബറൽ പ്രിൻസിപ്പിൾ പറയുന്ന ആർട്ടിക്കിൾ 45 എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവിക്കും. ഇനി അതിനുശേഷം നമ്മൾ പൊതുവെ പഠിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ആർട്ടിക്കിൾ 21A എന്ന് പറയും. ആർട്ടിക്കിൾ 21A ഇതും എഡ്യൂക്കേഷൻ തന്നെയാണ്. എന്താണ് സംഭവം? ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് പറയുന്നത്. 86-ാം ഭേദഗതി കഴിഞ്ഞതിന് ശേഷം 2002 86-ാം ഭേദഗതിക്ക് ശേഷം 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വന്ന് അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആക്കി. എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ബിഗെയിൻ ഫ്രീ ആൻഡ് കമ്പൽസറി ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 to 14 ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദി ചിൽഡ്രൻസ്. ഈ കുട്ടികളുടെ മൗലിക അവകാശമാക്കി വരുന്നത് ഈ 6 വയസ്സിനും 14 വയസ്സിനിടെ വിദ്യാഭ്യാസം സൗജന്യമാണ്, നിർബന്ധിതമാണ്. അതോടൊപ്പം ആ കുട്ടികളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സുമാണ്. അതാണ് ആർട്ടിക്കിൾ 21. ഇപ്പോ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ആർട്ടിക്കിൾ വെച്ചാൽ ആർട്ടിക്കിൾ 21A ആണ്. 45 ഓൾറെഡി ഉണ്ട്, അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണ്. പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസത്തിന്റെ ആർട്ടിക്കിൾ വെച്ചാൽ ആർട്ടിക്കിൾ 21A എന്ന കാര്യം കൂടി മറക്കാതെ ഓർത്തു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്തുകൊണ്ട് 42-ാം ഭേദഗതി 1976 ആണ്. 42-ാം ഭേദഗതി 1976. എന്തായിരിക്കും 42-ാം ഭേദഗതി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്? പൊതുവെ നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പഠിക്കാറുണ്ട് അല്ലെ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതാണ് 42nd അമെന്റ്മെന്റ്. ഇതിന് വിദ്യാഭ്യാസമായിട്ട് എന്താണ് ബന്ധം? നമുക്കറിയാം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻ ലിസ്റ്റ്. വിദ്യാഭ്യാസം ഇപ്പോൾ ഏത് ലിസ്റ്റിലാണ് കിടക്കുന്നത്? കൺകറൻ ലിസ്റ്റാണ്. വിദ്യാഭ്യാസം നൗ ഏതിലാണ്? കൺകറൻ ലിസ്റ്റാണ്. ഈ വിദ്യാഭ്യാസം ആദ്യം ഏത് ലിസ്റ്റിലായിരുന്നു? യൂണിയൻ ലിസ്റ്റിലായിരുന്നു, സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറൻ ലിസ്റ്റിലേക്ക് മാറ്റിയത് 42-ാം ഭേദഗതിയാണ് 1976. അപ്പൊ മറക്കണ്ട, എഡ്യൂക്കേഷൻ ബിക്കേം ദി സബ്ജക്ട് ഓഫ് കൺകറൻ ലിസ്റ്റ് ഫ്രം സ്റ്റേറ്റ് ലിസ്റ്റ്. അപ്പൊ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് വിദ്യാഭ്യാസത്തെ കൺകറൻ ലിസ്റ്റിലേക്ക് മാറ്റിയ ഭേദഗതി വെച്ച 42-ാം ഭേദഗതി 1976 ആണെന്ന കാര്യം കൂടി മറക്കാതെ പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആയല്ലോ? വൺ മോർ, ഒരു ഭേദഗതി കൂടി പഠിക്കാമല്ലോ നമുക്ക്. 86 അമെന്റ്മെന്റ് ഇൻ 2002. ഇത് നിങ്ങൾക്ക് വളരെ നന്നായി അറിയാവുന്ന 86-ാം ഭേദഗതി. എന്താണ് നമ്മൾ ഈ പറഞ്ഞ 45 ആർട്ടിക്കിൾ 45 ഉണ്ടായിരുന്നു, അതിനൊന്നും കൂടി ബലപ്പെടുത്തുന്നത് സംബന്ധിച്ചത്. എന്താണത്? എഡ്യൂക്കേഷൻ ബിക്കം ഫ്രീ ആൻഡ് കമ്പൽസറി ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 6 to 14. 6 വയസ്സിനും 14 വയസ്സിനുള്ള വിദ്യാഭ്യാസം സൗജന്യമാണ്, ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കും. അതോടൊപ്പം നിർബന്ധിതമാണ്, കമ്പൽസറി ആണ്. ആര് നിർബന്ധിക്കുന്നു? പാരന്റ്സ് നിർബന്ധിച്ച് കുട്ടികളെ സ്കൂളിലേക്ക് വിടണം. ആൻഡ് ഇറ്റ് ഈസ് 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് പാരന്റ്സ്. ഇത് നമ്മുടെ ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ പാരന്റ്സിന്റെ 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂടിയാണ് കാര്യം കൂടി ഓർത്തിക്കുക. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് ഫ്രീ ആണ്, കമ്പൽസറി ആണ്, സൗജന്യമാണ്, നിർബന്ധിതമാണ്. അതോടൊപ്പം പൗരന്മാരുടെ 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂടിയാണ് കുട്ടികളെ നിർബന്ധിച്ച് സ്കൂളിൽ പറഞ്ഞയക്കുക എന്നുള്ള ഫണ്ടമെന്റൽ മൗലിക കടമ കൂടിയാണ് ഓർത്തിക്കുക. അത് എത്രാമത്തെ ഭേദഗതി? 86-ാം ഭേദഗതിയാണ് 2002 ആണെന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നമുക്കറിയാം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ RT ആക്ട് ആണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ആണ്. ഈ ആക്ട് 2009 ആണ്. പക്ഷെ കെയിം ടു ഫോഴ്സ്, നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ എന്നാ വരിക? ഏപ്രിൽ 1 ആണെന്ന കാര്യം കൂടി ഓർത്ത് നോക്കിയ കിട്ടിയ. അപ്പൊ മറക്കണ്ട, 2010 ഏപ്രിൽ 1 നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വരുന്നത്. ആക്ട് 2009 ആണ്, പക്ഷെ 2010 ഏപ്രിൽ 1 ഇത് നടപ്പിലാക്കുന്നത്. ഇത് പ്രകാരമാണ് നമ്മൾ എന്ത് പറയുന്നത്? വിദ്യാഭ്യാസം എന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ആ വിദ്യാർത്ഥികൾ 6 വയസ്സ് മുതൽ 14 വയസ്സുള്ള കുട്ടികളെ വിദ്യാഭ്യാസം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രൈമറി ആയിട്ടൊന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. പൊതുവെ ഏതൊരു മത്സര പരീക്ഷയ്ക്കും ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ള ഒരു ഏരിയ ആണ് ഇതെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസം പറയുമ്പോൾ തന്നെ മോഡേൺ എഡ്യൂക്കേഷൻ നമുക്കറിയാം, വില്യം ബെന്റിക്കും അതോടൊപ്പം തന്നെ മെക്കാളെ മിൻസ് ഒക്കെ നമുക്കറിയാം. അതിനു മുന്നേ നമുക്ക് 2-3 യൂണിവേഴ്സിറ്റികൾ പഠിക്കാമല്ലോ. ഒന്ന് പ്രധാനമായിട്ടും നമ്മുടെ നളന്ദ യൂണിവേഴ്സിറ്റി നമുക്ക് പഠിക്കാം. ഇന്ത്യയിലെ ഏഷ്യൻ കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ലോക പ്രശസ്തമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണത്
നളന്ദ യൂണിവേഴ്സിറ്റി. നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണെന്ന് നമുക്കറിയാമായിരുന്നു, കുമാരഗുപ്തനാണ് നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. ആൻഡ് ഇറ്റ് വാസ് ഡെമോളിഷ്ഡ് ബൈ, അത് തല്ലിപ്പൊളിച്ചതാരാ, ബക്തിയാർ ഖിൽജി. കുത്തബുദ്ദീൻ ഐബക്കിന്റെ കമാൻഡർ ആയിരുന്ന ബക്തിയാർ ഖിൽജിയാണ് നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. മറക്കാതെ പഠിച്ചിരിക്കുക, നളന്ദ യൂണിവേഴ്സിറ്റി പാറ്റ്നയാണ്, ബീഹാറിലെ പാറ്റ്ന അല്ലെങ്കിൽ പാടലിപുത്രയിലായിരുന്നു. സ്ഥാപിച്ച ആള് ആരാണ്, കുമാരഗുപ്തനാണ്. തല്ലിപ്പൊളിച്ചാള് കുത്തബുദ്ദീൻ ഐബക്കിന്റെ കമാൻഡർ ആയിരുന്ന ബക്തിയാർ ഖിൽജിയാണെന്ന കാര്യം ഓർത്തിക്കുക. ഇനി ആ സ്ഥലത്തിന് പുതിയ നളന്ദ യൂണിവേഴ്സിറ്റി നമ്മൾ 2013 മുതൽ സ്റ്റാർട്ട് ചെയ്തു, നളന്ദ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തു. ആ നളന്ദ യൂണിവേഴ്സിറ്റി വന്നപ്പോൾ അതിന് ആദ്യത്തെ ചാൻസലർ എന്ന് പറയുന്ന ആരായിരുന്നു, ഫസ്റ്റ് ചാൻസലർ ഓഫ് മോഡേൺ നളന്ദ യൂണിവേഴ്സിറ്റി അമർത്യ സെൻ ആയിരുന്നു. ദെൻ ആദ്യത്തെ ചാൻസലർ ആണ് അമർത്യ സെൻ. അതിനൊരു മെന്റൽ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, ഉപദേശക ബോഡിയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ചെയർമാൻ ആയിരുന്നു അമർത്യ സെൻ. അതുകൊണ്ട് അദ്ദേഹത്തെ അതിന്റെ ആദ്യത്തെ ചാൻസലറാക്കി മാറ്റി. അപ്പൊ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ചാൻസലർ ആണ് അമർത്യ സെൻ. ഫസ്റ്റ് വൈസ് ചാൻസലർ ആരാന്ന് ചോദിച്ചത് ഗോബ സബർവാൾ എന്ന് പറയുന്ന ലേഡിയാണ്. ആരാണ്, ഗോബ സബർവാൾ എന്ന് പറയുക. ഫസ്റ്റ് ചാൻസലർ അമർത്യ സെൻ, ആദ്യത്തെ വൈസ് ചാൻസലർ ഗോബ സബർവാൾ ആയിരുന്നു. പ്രസന്റ്ലി ഇപ്പോഴത്തെ ചാൻസലർ ആണ്, ഇപ്പോൾ നളന്ദ യൂണിവേഴ്സിറ്റി ഇപ്പോഴത്തെ ചാൻസലർ നമുക്കറിയാം എന്താണ്, ഇന്ത്യൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാള് വിജയ് ബി ഭട്കർ എന്ന് പറയാം. വിജയ് ബി ഭട്കർ ആണ് ആര്, സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പിതാവ് അല്ലെ, ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറുടെ പിതാവ് വിജയ് ബി ഭട്കർ ആണ്. വിജയ് ഭട്കർ ആണ് ഇപ്പോഴത്തെ നളന്ദ യൂണിവേഴ്സിറ്റി ചാൻസലർ. വൈസ് ചാൻസലർ എന്ന് പറയുന്നത് സുനൈന സിംഗ് എന്ന് പറയും. സുനൈന സിംഗ്, മറക്കരുത്, സുനൈന സിംഗ് എന്ന് പറഞ്ഞ വനിതയാണ്. അപ്പൊ ഇപ്പോഴത്തെ ചാൻസലർ വിജയ് ഭട്കറും അതോടൊപ്പം തന്നെ സുനൈന സിംഗ് ആണ് വൈസ് ചാൻസലർ എന്ന കാര്യം കൂടെ ഓർത്തിക്കുക. നളന്ദ യൂണിവേഴ്സിറ്റി ഓർത്തിക്കുക. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ യൂണിവേഴ്സിറ്റി ആയിരുന്നു, അതാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. രൂപം കൊണ്ടത് 1920-22 കാലഘട്ടമാണ്. 22 എടുത്താൽ ബെറ്റർ ആയിരിക്കും. 20-നേക്കാൾ കൂടുതൽ കാണുന്നത് 22ആണ്, കൂടുതൽ ഡേറ്റ് കാണുന്നത്. രണ്ടും കൺഫ്യൂഷൻ ആണ്. 20-22 എന്ന് പറയാറുണ്ട്, 22. അപ്പൊ നളന്ദ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ടാഗോറിന് ഓർത്തിക്കുക 1922 അറിയാം. ഇതോടൊപ്പം പിന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റി തക്ഷശില യൂണിവേഴ്സിറ്റി. തക്ഷശില യൂണിവേഴ്സിറ്റി അത് ആരാണ് നിർമ്മിച്ചത് നമുക്ക് അറിയില്ല, എങ്കിലും ഒരു കാലഘട്ടം പറയുന്നു, BC കാലഘട്ടം പറയുന്ന തക്ഷശില. അത് ഇന്നത്തെ മോഡേൺ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലായിരുന്നു തക്ഷശില യൂണിവേഴ്സിറ്റി ആയിരുന്നു. അതോടൊപ്പം മറ്റൊരു ഏൻഷ്യൻ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് വിക്രമശില യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. വിക്രമശില യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ്, ധർമ്മപാലനാണ്. ആരാണ്, ധർമ്മപാലൻ. വിക്രമശില യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ധർമ്മപാലൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് ഇപ്പൊ നമുക്കറിയാം അലിഗഡ് യൂണിവേഴ്സിറ്റി നമുക്ക് സ്ഥാപിച്ച ആരറിയാമാണ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ 1920-ലാണ്. അതിനു മുന്നേ അത് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആയിരുന്നു. 1886 സ്ഥാപിച്ചത്. പിന്നീടാണ് അത് അലിഗഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുമ്പോൾ 1920 എന്ന് ഓർക്കുക. അപ്പൊ അലിഗഡ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചാൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഓർക്കുക. വൺ മോർ ഏതാണ്, ബനാറസ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച നമുക്കറിയാണ് മദൻ മോഹൻ മാളവ്യ. ബനാറസ് യൂണിവേഴ്സിറ്റി ആണ് മദൻ മോഹൻ മാളവ്യ എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പൊ ഇതൊക്കെ എന്തിനാ പറഞ്ഞു വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസം, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ മുതലാണ്. ഏൻഷ്യൻ പീരീഡ് മുതൽ വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ പ്രാചീന കാലഘട്ടം 1-2 യൂണിവേഴ്സിറ്റികളും സംഭവം പറഞ്ഞു തുടങ്ങുന്ന കാര്യം കൂടി ഓർക്കുക. അപ്പൊ ഇത്രയും നമ്മൾ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളൊന്നും ഓർക്കുക പ്രാചീന. ഇനി നമുക്ക് വേണ്ട നമ്മുടെ മോഡേൺ എഡ്യൂക്കേഷൻ ആണ്. മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പൊതുവെ മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ധരിക്കുന്ന ഒരു കാര്യം എന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്. അപ്പൊ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടാത്തവര് ആധുനിക വിദ്യാഭ്യാസം കിട്ടാത്തവരാണോ? അപ്പോൾ ഓർത്തിക്കുക, മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് 2 കാര്യങ്ങൾ ഓർത്തിക്കുക. ഒന്ന്, റിലീജിയസ് സ്റ്റഡിയിൽ നിന്നും സെക്കുലർ സ്റ്റഡിയിലേക്ക് മാറുക. മതപരമായ വിദ്യാഭ്യാസം, ആ പ്രാചീന കാലങ്ങളൊക്കെ മതപരമായ വിദ്യാഭ്യാസം, ഹിന്ദു മതഗ്രന്ഥങ്ങളും മുസ്ലിം മതഗ്രന്ഥങ്ങളും ക്രിസ്ത്യൻസ് മാത്രമാണ് ഇങ്ങോട്ട് വരുമ്പോൾ മിഷണറിമാരായിട്ട് മോഡേൺ എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നുള്ളൂ. ആ മതപഠനത്തിൽ നിന്ന് സെക്കുലർ എഡ്യൂക്കേഷനിലേക്ക് മാറുന്നു. രണ്ടാമത്തത് എന്താണ്, നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ നിന്ന് എവിടേക്ക് പറഞ്ഞു, അക്കാദമിക് എഡ്യൂക്കേഷനിലേക്ക് മാറുന്നു. ദെൻ അതിനോടൊപ്പം നമ്മൾ പറഞ്ഞ സയന്റിഫിക് സ്റ്റഡികളും റിസർച്ചുകളും കാര്യങ്ങളും വരുന്നു. ഇംഗ്ലീഷ് മാധ്യമം കടന്നു വരുന്നു. ഇതൊക്കെയാണ് നമ്മൾ മോഡേൺ എഡ്യൂക്കേഷൻ. അപ്പൊ അതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് സെക്കുലർ എഡ്യൂക്കേഷനിലേക്ക് മാറുന്നു, മതേതര വിദ്യാഭ്യാസത്തിലേക്ക് മാറുന്നു. മതേതര വിദ്യാഭ്യാസം. രണ്ടാമത്തത് ഏതാണ് നമ്മൾ പറഞ്ഞത്, ഗുരുകുല വിദ്യാഭ്യാസം, അക്കാദമിക് വിദ്യാഭ്യാസത്തിലേക്ക് മാറും. ഇതാണ് നമ്മൾ മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മോഡേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കൊണ്ടുവന്ന് നമുക്കറിയാം ആരാണ് ഇന്ത്യയിൽ മോഡേൺ എഡ്യൂക്കേഷൻ വന്നത്, വില്യം ബെന്റിക് ആണ് മോഡേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. 1835 കാലഘട്ടം, 1835 വില്യം ബെന്റിക് ആണ് ഇന്ത്യയിൽ മോഡേൺ എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നത്. ഈ വർഷം വളരെ പ്രധാനപ്പെട്ട വർഷം. ഒന്ന്, വില്യം ബെന്റിക് ഇന്ത്യയിൽ മോഡേൺ എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ 1835 മറ്റൊരു സംഭവം കൂടി നമ്മൾ ഓർത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് ബിക്കേം ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായി മാറ്റുന്നത് ഈ കാലഘട്ടത്താണ്. അതിനു മുൻപൊക്കെ പേർഷ്യക്കാര്, മുഗളന്മാരൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പേർഷ്യൻ ലാംഗ്വേജ് ആയിരുന്നു. പക്ഷെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷായി മാറുന്ന വർഷം 1835 ആണ്. വില്യം ബെന്റിക്കിന്റെ കാലഘട്ടമാണ്. വില്യം ബെന്റിക്കാണ് മോഡേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. ഇനി വില്യം ബെന്റിക് മോഡേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കൊണ്ടുവരാൻ ഉണ്ടായ ഒരു കാരണം, ഒരു റിപ്പോർട്ട് ഇന്ത്യയിൽ നടന്നു. ഏതാണ് റിപ്പോർട്ട്, ദാറ്റ് ഈസ് മെക്കാളെ മിനിറ്റ്സ് എന്ന് പറയാം അല്ലെ. മെക്കാളെ
മിനിസ്. മെക്കാലെ മിനിസും 1835 മെക്കാലെ മിനിസ് മെക്കാലെ ലോർഡ് മെക്കാലെ ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി പോലെ അദ്ദേഹത്തെ നിയമിക്കുകയാണ്. അദ്ദേഹം ആ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ മിനിസിൽ അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ വിദ്യാഭ്യാസം വളരെ അത്യാവശ്യമാണ്. അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? സ്കൂൾ വിദ്യാഭ്യാസനും കോളേജ് വിദ്യാഭ്യാസം ഉന്നത പഠനത്തിനും ഇംഗ്ലീഷ് ഒരു മീഡിയം മാധ്യമമാക്കി മാറ്റണമെന്ന് അദ്ദേഹത്തിന്റെ ശുപാർശ പ്രധാനമായിട്ടും കോളേജ് വിദ്യാഭ്യാസമായാലും ഉന്നത വിദ്യാഭ്യാസമായാലും സ്കൂൾ വിദ്യാഭ്യാസമായാലും മാധ്യമം ഏതായാലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാകണമെന്ന് അദ്ദേഹം. ഇതാണ് മെക്കാലെ മിനിറ്റ്സ് 1835 വർഷം മറക്കാതെ പഠിക്കുക. ദെൻ അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം അതാണ് 1854. എല്ലാവർക്കും അറിയാം എന്താണ് 1854 വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയാം. വുഡ്സ് ഡെസ്പാച്ച് നമുക്കറിയാം ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മഗ്ന കാട്ട എന്നറിയപ്പെടുന്നതാണ് വുഡ്സ് ഡെസ്പാച്ച്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മഗ്ന കാട്ട എന്നറിയപ്പെടുന്നതാണ് വുഡ്സ് ഡെസ്പാച്ച്. ചാൾസ് വുഡ്സ് ഡെസ്പാച്ച്, ദാറ്റ് ഈസ് ഷോർട്ട്ലി വുഡ്സ് ഡെസ്പാച്ച്. ഈ വുഡ്സ് ഡെസ്പാച്ചിലെ ചാൾസ് വുഡ്സ് എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസനും സ്കൂൾ വിദ്യാഭ്യാസനും ഇംഗ്ലീഷ് മാധ്യമമാക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസത്തിന് ഇംഗ്ലീഷ് മാധ്യമമാക്കി ഉപയോഗിക്കാം, അതേസമയം സ്കൂൾ വിദ്യാഭ്യാസത്തിന് വെർനാക്കുലർ ലാംഗ്വേജ് തദ്ദേശീയ ഭാഷ മാധ്യമമാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓർത്ത് നോക്കിയ ഉന്നത വിദ്യാഭ്യാസത്തിന് മാത്രം ഇംഗ്ലീഷ് ഉപയോഗിച്ചാൽ മതി മാധ്യമമായിട്ട്, മീഡിയമായിട്ട്, സ്പീക്കിംഗ് ലാംഗ്വേജ് ആയിട്ട്, മാധ്യമമായിട്ട്. അതേസമയം സ്കൂൾ വിദ്യാഭ്യാസത്തിന് തദ്ദേശീയ ഭാഷ നമ്മുടെ ഓരോ നാട്ടുരാജ്യങ്ങളിലും അല്ലെങ്കിൽ അന്നത്തെ നാട്ടുരാജ്യങ്ങളോ സ്റ്റേറ്റുകളുണ്ടാകുന്ന നാട്ടുഭാഷ ഏതാണോ അത് മാധ്യമമാക്കണമെന്ന് ആര് പറഞ്ഞത്? വുഡ്സ് ഡെസ്പാച്ച് പറഞ്ഞത്. ഇതാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് മഗ്ന കാട്ട എന്ന് പറയുന്ന സംഭവം നോക്കി. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മറക്കാതെ പഠിച്ചു. 1835 1854 മറക്കാതെ പഠിച്ചു വയ്ക്കുക. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കൽക്കട്ട യൂണിവേഴ്സിറ്റി 1857 ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി വരുന്നത്. കൽക്കട്ട യൂണിവേഴ്സിറ്റി ബൈ ലോർഡ് കാനിങ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് കൽക്കട്ട. അത് കൽക്കട്ട, ബോംബെ, മദ്രാസ് 3 സ്ഥലങ്ങളാണ് വരുന്നത്. അതിൽ ആദ്യത്തെ വരുന്നത് കൽക്കട്ടയാണ്. അന്നത്തെ വൈസ്രോയ് ലോർഡ് കാനിങ്. ഓർത്ത് വയ്ക്കുക. ഈ വുഡ്സ് ഡെസ്പാച്ച് ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ 1854 അന്ന് ഇന്ത്യയിലെ വൈസ്രോയ് ആരാണ്? മറക്കരുത്, ലോർഡ് ഡൽഹൌസി. മെക്കാലെ മിനിസ് ആണെങ്കിൽ ആരാണ്? വില്യം ബെന്റിക് ആണ്. വുഡ്സ് ഡെസ്പാച്ച് വരുമ്പോൾ അല്ലെങ്കിൽ അതിനെ നിയമിച്ചത് വുഡ്സ് ഡെസ്പാച്ച് നിയമിച്ചതാണ് ഡൽഹൌസി എന്ന് ഓർപ്പിക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റി 1857 വിപ്ലവ കാലഘട്ടം ലോർഡ് കാനിങ് ആണ് ഓർപ്പിക്കുക ആദ്യത്തെ യൂണിവേഴ്സിറ്റി. ആദ്യത്തെ വനിതാ കോളേജ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വനിതാ കോളേജ് ബദൂൺ കോളേജ് എന്ന് പറയുന്നത്. എന്താണ്? ബദൂൺ കോളേജ്, ആൾസോ കൽക്കട്ട. ബദൂൺ കോളേജും കൽക്കട്ട തന്നെയാണ് ആദ്യത്തെ വനിതാ കോളേജ്. ഇനി ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി ഏതായിരുന്നു? അപ്പൊ ആദ്യത്തെ കോളേജ് നമ്മൾ പറഞ്ഞു ഏതാണ്? കൽക്കട്ട യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു. ആദ്യത്തെ വനിതാ കോളേജാണ് ഇത് പറഞ്ഞത്, വുമൻ കോളേജാണ് ബദൂൺ കോളേജ് പറഞ്ഞത്. അതേസമയം ഫസ്റ്റ് വുമൻ യൂണിവേഴ്സിറ്റി ഏതാണ്? പലർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്, വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഒരു തവണ അത് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ LP UP തന്നെ ഒരു തവണ ചോദിച്ചു. ആദ്യത്തെ വുമൻ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചു. കിട്ടിയ ശ്രീമതി നീതിബായ് ദാമോദ്കർ വുമൻ യൂണിവേഴ്സിറ്റി ബോംബെ. ശ്രീമതി നീതിബായ് കിട്ടിയ നീതിബായ് ദാമോദ്കർ വുമൻ യൂണിവേഴ്സിറ്റി ബോംബെ. ആരാ സ്ഥാപിച്ചത്? ഡോക്ടർ DK കാർവെയാണ് സ്ഥാപിച്ചത്. DK കാർവെ അറിയോ? DK കാർവെ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ് ആയിരുന്നു. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചായിരുന്നു DK കാർവെ. ബോംബെക്കാരാണ്, പൂനെക്കാരാണ്. അദ്ദേഹമാണ് ശ്രീമതി നദിബായ് ദാമോദ്കർ വുമൻ യൂണിവേഴ്സിറ്റി ബോംബെയിൽ സ്ഥാപിച്ചത്. ഭാരതരത്നം കിട്ടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിമാരാണ് DK കാർവെ. അദ്ദേഹത്തിന്റെ 100ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ഭാരതരത്നം കിട്ടുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളൊന്നും മറക്കാതെ പഠിക്കുക. ഫസ്റ്റ് കോളേജ് കൽക്കട്ട യൂണിവേഴ്സിറ്റി, കൽക്കട്ട കോളേജ് എന്ന് ഓർത്തിക്കുക, കൽക്കട്ട യൂണിവേഴ്സിറ്റി. ആദ്യത്തെ വനിതാ കോളേജ് ബദൂൺ കോളേജ് കൽക്കട്ടയാണ്. ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി DK കാർവെ സ്ഥാപിച്ചത് എവിടെയാണ്? ബോംബെയിലാണ്. ശ്രീമതി നീതിബായ് കിട്ടിയ ശ്രീമതി നദിബായ് എവിടെ? നദിബായ് ദാമോദ്കർ വുമൻ യൂണിവേഴ്സിറ്റി ബോംബെ എന്ന് ഓർക്കുക. DK കാർവെ. ഭാരതത്തിൽ കിട്ടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിമാരാണ് DK കാർവെ ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇപ്പൊ ഇത്രയും കിട്ടിയില്ലേ? ഇനി അടുത്ത ഭാഗം നമുക്ക് ഇതിനോട് ചേർത്ത് പഠിക്കുന്നത് ഫസ്റ്റ് ബ്രിട്ടീഷ് ആക്ട് ഇൻ ഇന്ത്യ ഫോർ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന ആദ്യത്തെ ആക്ട് ഏതായിരുന്നു? ദാറ്റ് ഈസ് 1813 ചാർട്ടർ ആക്ട് ആണ്. 1813 ചാർട്ടർ ആക്ട് ആണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആദ്യമായി കൊണ്ടുവന്ന ഒരു ആക്ട് എന്ന് പറയുന്നത്. ഈ ചാർട്ടർ ആക്ട് പ്രകാരം ദേ അലോട്ടഡ് 1 lakh ഫോർ എഡ്യൂക്കേഷൻ. 1 ലക്ഷം രൂപ, അന്നത്തെ 1 ലക്ഷം ഓർത്ത് വയ്ക്കുക, 1 ലക്ഷം രൂപയാണ് ഒരു വിദ്യാഭ്യാസത്തിനായി അന്ന് നീക്കി വെച്ചത്. ഈ ചാർട്ടർ ആക്ട് പ്രകാരം 1 ലക്ഷം രൂപയാണ് അന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ നീക്കി വെച്ചത്. അപ്പൊ ഇന്ത്യയിലെ എഡ്യൂക്കേഷന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആദ്യത്തെ ആക്ട് ആണ് 1813 ചാർട്ടർ ആക്ട്. ആൻഡ് ദ പ്രൊവൈഡഡ് അല്ലെങ്കിൽ അലോട്ടഡ് 1 lakh ഫോർ എഡ്യൂക്കേഷൻ എന്ന കാര്യം അറിയാം. ദ നെക്സ്റ്റ് ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ നമുക്കറിയാം 82-83 അല്ലെ.
1882-83 ഇതിൽ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ വരുന്നത് ദാറ്റ് ഈസ് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ അപ്പോയിന്റഡ് ബൈ ആരാണ്? ലോർഡ് റിപ്പൺ. അത് മറക്കാതെ പഠിച്ചു. ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ ആണ്. ലോർഡ് റിപ്പൺ ആണ് ഓർക്കുക. വില്യം ഹണ്ടർ എന്ന ആളെയാണ് കമ്മീഷണർ നിയമിക്കുന്നത്. ആ ഹണ്ടർ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്താരാണ്? ലോർഡ് റിപ്പൺ. ഇതാണ് ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ. ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറയുന്നതാണ് ഹണ്ടർ കമ്മീഷൻ. കിട്ടിയ പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ വേണ്ടി, പ്രൈമറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉള്ള പഠനം, അതിനെക്കുറിച്ചുള്ള സ്റ്റഡി ആയിരുന്നു ഇത് ഹണ്ടർ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഒരു പ്രൊപ്പോസൽ എന്ന സംഭവം ഓർത്തു വയ്ക്കുക. ഹണ്ടർ കമ്മീഷൻ. പിന്നെ അത് കഴിഞ്ഞ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ കമ്മീഷൻ നമുക്ക് വേണ്ട, ചില റിപ്പോർട്ടുകളൊക്കെ നമുക്ക് വേണം. പിന്നെ വേണ്ടത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ കമ്മീഷൻ 1948. ഇതിനിടെ 44 ഒരു സർജന്റ് കമ്മീഷൻ ഉണ്ട്. വെറുതെ ജസ്റ്റ് ഒന്ന് പറയാം. 44 സർജന്റ് കമ്മീഷൻ, ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഫുൾ ഫ്ലഡ്ജഡ് കമ്മീഷൻ ഫോർ എ നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. ഒരു ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരാൻ ആദ്യമായി ശ്രമിച്ച കമ്മീഷൻ 1944 സർജന്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. സർജന്റ് കമ്മീഷൻ 44 ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ വിട്ടുകളത്. 44 സർജന്റ് കമ്മീഷൻ. ഈ കമ്മീഷൻ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരാൻ ആദ്യമായി ശ്രമിച്ച ഒരു കമ്മീഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 1948 that is the first education commission after independence. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് 48 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ. ഈ കമ്മീഷൻ പ്രധാനമായിട്ട് 2 പ്രൊപ്പോസലാണ് വെച്ചത്. 2 പ്രൊപ്പോസലാണ് പ്രധാനപ്പെട്ട. ഒന്ന് നമുക്കറിയാം UGC ആണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രൊപ്പോസൽ എന്ന് പറയുന്നത് ഒരു 12 years പ്രീ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആണ്. 12 years പ്രീ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. വെച്ചാൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസത്തിന് മുന്നേ 12 വർഷം സ്കൂൾ പഠനം. 12 വർഷം സ്കൂൾ പഠനം. ഇപ്പൊ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് 2 വർഷം പ്രീ ഡിഗ്രി, അത് കഴിഞ്ഞ് കോളേജ് ലെവലിലേക്ക് പോകുന്നു. കുട്ടി +2 കഴിഞ്ഞ് കോളേജ് ലെവലിലേക്ക്. അപ്പോൾ കോളേജ് പഠനത്തിന് മുന്നേ, യൂണിവേഴ്സിറ്റി പഠനത്തിന് മുന്നേ 12 വർഷം സ്കൂൾ പഠനം. ഇതാണ് ഒന്നാമത്തെ പ്രപ്പോസൽ. രണ്ടാമത്തെ പ്രപ്പോസലാണ് UGC എന്ന് പറയുന്ന സംഭവം. ഓർക്കുക, UGC പ്രപ്പോസ് ചെയ്ത് രാധാകൃഷ്ണൻ കമ്മീഷനായിരുന്നു. UGC എന്നാണ് സ്ഥാപിച്ചത്? 1953-56 UGC സ്ഥാപിച്ചത്. UGC ഓർക്കുക 53-56 എന്ന് വെച്ചാൽ 56 ഓപ്പറേറ്റിംഗ് തുടങ്ങി. 53 സ്ഥാപിച്ച് 56 ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് 53-56 എന്ന് പറഞ്ഞത്. PSC 53 ആദ്യകാലങ്ങളിൽ ഓപ്ഷൻ കൊടുത്തത്, കഴിഞ്ഞ വർഷം 56 കൊടുത്തത്. അതുകൊണ്ട് രണ്ടും ഞാൻ എഴുതി, ഒന്ന് ഓർത്ത് നോക്കിയാൽ. അപ്പൊ 53-56 UGC സ്ഥാപിച്ചതെന്ന് ഓർക്കുക. UGC ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? UGC ഇനോഗ്രേറ്റ് ചെയ്ത് രാധാകൃഷ്ണൻ, മൗലാന അബ്ദുൽ കലാം ആസാദ് നമുക്കറിയാം. രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് UGC ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നാഗർ ആയിരുന്നു. ആരാണ്? ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നാഗർ. കിട്ടിയ ഭട്നാഗർ. അതാണ് UGC ആദ്യത്തെ ചെയർപേഴ്സൺ. ഇപ്പോഴത്തെ UGC ചെയർപേഴ്സൺ ചോദിച്ചാലാണ് DP സിംഗ് ഓർത്തിക്കുക. കിട്ടിയ DP സിംഗ് ആണ് ഇപ്പോഴത്തെ UGC ചെയർമാൻ. ഈ UGCക്ക് ഒരു മോട്ടോ ഒക്കെ ഉണ്ടല്ലോ, ഒരു ആപ്തവാക്യൊക്കെ ഉണ്ടെന്നാണ് മോട്ടോ. നോളജ് ലിബറേറ്റർ എന്ന് പറയുന്നത്. നോളജ് ലിബറേറ്റർ. കിട്ടിയ നോളജ് ലിബറേറ്റർ. അറിവാണ് വിമോചനം എന്നർത്ഥം. അറിവാണ് വിമോചനം എന്നുള്ളതാണ് നോളജ് ലിബറേറ്റർ. ഇതാണ് UGCയുടെ മോട്ടോ എന്ന് പറയുന്നത്. UGC രൂപം കൊണ്ടത് 1953-56. ആദ്യത്തെ ചെയർപേഴ്സൺ ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നാഗർ ആണ്. ഇപ്പോഴത്തെ ആള് DP സിംഗ് ആണ്. UGCയെ പ്രൊപ്പോസ് ചെയ്തായിരുന്നു രാധാകൃഷ്ണൻ കമ്മീഷൻ ആയിരുന്നു കൂടി ഓർത്ത് വയ്ക്കുക. അപ്പൊ 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് നമുക്കുണ്ട് 1952 52 മുതലിയാർ കമ്മീഷൻ ആയിരുന്നു. ഏതാണ്? മുതലിയാർ കമ്മീഷൻ. അതാണ് 52 കമ്മീഷൻ. മുതലിയാർ കമ്മീഷൻ. ഇറ്റ് ആൾസോ നോൺ ആസ്, ഈ കമ്മീഷൻ മറ്റൊരു പേര് കൂടി അറിയും, ഇറ്റ് ഈസ് ദ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇന്ത്യ. ഇന്ത്യയിലെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നു ഡോക്ടർ മുതലിയാർ കമ്മീഷൻ എന്ന് ഓർത്ത് വയ്ക്കുക. ഈ കമ്മീഷൻ പ്രധാനപ്പെട്ട ഒരു മൾട്ടി പർപ്പസ് സ്കൂൾ സിസ്റ്റം ആണ് പ്രൊപ്പോസ്. മൾട്ടി പർപ്പസ് കിട്ടിയ വിവിധോദ്ദേശം കിട്ടിയ സ്കൂൾ എഡ്യൂക്കേഷൻ വിവിധോദ്ദേശം. നമ്മളിപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒക്കെ വന്നില്ലേ, അപ്പോൾ ഒരു അക്കാദമിക് പഠനത്തിൽ തന്നെ വൊക്കേഷൻ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് കിട്ടിയ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ അതിൽ മൾട്ടി പർപ്പസ് സ്കൂളുകൾക്ക് തന്നെ മൾട്ടി പർപ്പസ് വിവിധോദ്ദേശ പദ്ധതി, അങ്ങനെ ഒരു മൾട്ടി പർപ്പസ് സ്കൂൾ സിസ്റ്റം കൊണ്ടുവരാനാണ് ആര് പ്രൊപ്പോസ്? മുതലിയാർ കമ്മീഷൻ പ്രൊപ്പോസ് ചെയ്ത കാര്യം കൂടി ഓർക്കുക. ഈ മുതലിയാർ കമ്മീഷൻ തന്നെയാണ് നമ്മൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇന്ത്യയിലെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് മുതലിയാർ കമ്മീഷൻ എന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കമ്മീഷനാണ്, പൊതുവെ എല്ലാ എക്സാമ്പിൾക്കും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കമ്മീഷനാണ് 1964 ഏതാണ്? ഡോക്ടർ കോത്താരി കമ്മീഷൻ. കിട്ടിയ ഏതാണ്? കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷൻ ഓർത്തിയ 64 1964 നമ്മുടെ നെഹ്റു മരിച്ച വർഷമാണ്. കോത്താരി കമ്മീഷൻ 1964. കോത്താരി കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശ എന്തായിരുന്നു? കോത്താരി കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശ വെച്ചാൽ എല്ലാവരും പഠിക്കുന്ന ഒരു സംഭവമാണ് അത് 10+20
2+3 പാറ്റേൺ എഡ്യൂക്കേഷൻ അല്ലേ? 10+2+3 പാറ്റേൺ എഡ്യൂക്കേഷൻ. 10ാം ക്ലാസ് 2 വർഷം ഇന്റർമീഡിയറ്റ് എന്ന് വെച്ചാൽ നമ്മൾ +2 അത് കഴിഞ്ഞാൽ 3 വർഷം ഡിഗ്രി. ഇതാണ് 10+2+3 പാറ്റേൺ എഡ്യൂക്കേഷൻ. ഇതാണ് കോത്താരി കമ്മീഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുപാർശ. ഇതാണ് പൊതുവെ എല്ലാവരും പഠിക്കാറ്. ഓർത്ത് വയ്ക്കുക, മറ്റൊരു പ്രധാനപ്പെട്ട ശുപാർശ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരിക. ഒരു നാഷണൽ എഡ്യൂക്കേഷൻ, ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യയിൽ കൊണ്ടുവരണം. നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന സിസ്റ്റം കൊണ്ടുവരണം. ഇതായിരുന്നു ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ശുപാർശ. ഇതാണ് പിന്നീട് 86 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന രീതിയിലേക്ക് വരുന്നത്. അപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരാൻ പ്രൊപ്പോസ് ചെയ്തു. രണ്ടാമത്തൊന്ന് ഫ്രീ കമ്പൽസറി ആൻഡ് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ. ഫ്രീ കമ്പൽസറി നമ്മൾ മുന്നേ പറഞ്ഞ 86 ഭേദഗതി പറഞ്ഞില്ലേ? 86 ഭേദഗതി പറഞ്ഞു 2002. അതൊക്കെ ഇതിനെ ചുവട് പിടിച്ചു വരുന്ന സംഭവമാണ്. കിട്ടിയ അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയാൽ എന്താണ് ഫ്രീ കമ്പൽസറി ആൻഡ് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ. അത് മാറിയതാണ് കോത്താരി കമ്മീഷന്റെ ശുപാർശ. ഫ്രീ കമ്പൽസറി ആൻഡ് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ കോത്താരി കമ്മീഷന്റെ ശുപാർശയാണ്. അപ്പൊ രണ്ടാം കിട്ടി. മൂന്നാമത്തെ ഒന്നുള്ളത് 3 ലാംഗ്വേജ് സിസ്റ്റം. 3 ലാംഗ്വേജ് സിസ്റ്റം. 3 ഭാഷ, 3 ഭാഷാ പഠന സിസ്റ്റമാണ്. ഒന്ന് നമ്മുടെ വെർനാക്കുലർ, മാതൃഭാഷ എന്തായാലും എല്ലാവരും പഠിച്ചേ പറ്റൂ. അതിനോടൊപ്പം ഏത് പഠിക്കണം? ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി പഠിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ത്രിഭാഷാ പദ്ധതി എന്ന് നമ്മൾ പറയുന്നത്. ത്രിഭാഷാ പദ്ധതി എന്ന സംഭവം 3 ലാംഗ്വേജ് സിസ്റ്റം എന്ന് പറയുക. മാതൃഭാഷ കിട്ടിയ മാതൃഭാഷ, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, അതാണ് പറയുന്നത്. ദെൻ നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട ശുപാർശ എന്തായിരുന്നു? നാലായില്ല. ഒന്ന് ഓർക്കുക, കോത്താരി കമ്മീഷന് 10+2+3 പാറ്റേൺ എഡ്യൂക്കേഷൻ പറഞ്ഞു. അതോടെ 3 ഭാഷ, 3 ഭാഷാ പദ്ധതി പറഞ്ഞു. പിന്നെ ഒന്ന് പറഞ്ഞതായിരുന്നു ഒരെണ്ണം കൂടി നമ്മൾ പറഞ്ഞത് യൂണിവേഴ്സൽ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരുന്നതാണ്. വൺ മോർ ഒന്നുകൂടി നമ്മൾ പറഞ്ഞത് ഫ്രീ ആൻഡ് കമ്പൽസറി ആൻഡ് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ. ഈ 4 പ്രൊപ്പോസൽ ആയിരുന്നു പ്രധാനപ്പെട്ട ഇതിന്റെ കോത്താരി കമ്മീഷൻ. ഇതാണ് നമ്മുടെ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയതും ഏറ്റവും കൂടുതൽ സ്വീകരിച്ചൊരു കമ്മീഷൻ ആയിരുന്നു ഈ 64 കമ്മീഷൻ എന്നും കൂടി ഓർത്ത് കോത്താരി കമ്മീഷൻ. അപ്പൊ ഈ 4 സിസ്റ്റം മറക്കാതെ പഠിച്ചു വയ്ക്കുക. വേറെയൊക്കെ പറഞ്ഞത് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓർത്ത് വയ്ക്കുക. അതുപോലെ ഫ്രീ ആൻഡ് കമ്പൽസറി യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓർത്ത് വയ്ക്കുക. അതുപോലെ 3 ഭാഷാ പദ്ധതി ഓർത്ത് വയ്ക്കുക. 10+2+3 പാറ്റേൺ എഡ്യൂക്കേഷൻ ഓർത്ത് വയ്ക്കുക. ഇതാണ് ഈ കോത്താരി കമ്മീഷൻ. പിന്നെ അതിനുശേഷം വന്ന ഒരു കമ്മീഷനാണ് 1993 എന്ന് ഓർത്ത് വയ്ക്കുക. അതായിരിക്കും 1993 വളരെ പ്രധാനപ്പെട്ട കമ്മീഷൻ. റീസെന്റ് ഒരുപാട് ചർച്ച ചെയ്ത കമ്മീഷൻ ആയിരുന്നു. പ്രൊഫസർ യശ്പാൽ കമ്മീഷൻ ഓർക്കുക. പ്രൊഫസർ യശ്പാൽ കമ്മീഷൻ കിട്ടിയ. പ്രൊഫസർ യശ്പാൽ കമ്മീഷൻ എന്തായിരുന്നു പ്രൊപ്പോസ് ചെയ്തത്? അല്ല എന്തിനാ നിർദ്ദേശിച്ചതായിരുന്നു? ഓർത്തിക്കുക, കുട്ടികളുടെ പഠനഭാരം ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയ കമ്മീഷനാണ് യശ്പാൽ കമ്മീഷൻ. കാരണം ഈ അടുത്ത കാലത്തൊക്കെ ഒരുപാട് ചർച്ച വിഷയമായിരുന്നു. കുട്ടികൾ വലിയ ബാഗ് ഇട്ട് നടക്കുന്നു, ഒരുപാട് ആവശ്യത്തിനേക്കാൾ അവർക്ക് പഠിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സിലബസുകളുണ്ട്, കാര്യങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ചർച്ച. അപ്പൊ അതിന്റെ കുട്ടികളുടെ പഠനഭാരം ലഘൂകരിക്കുക, അതിനുശേഷം ഇത് ചെറുതാക്കി തിരിക്കണം, ഒരു പരീക്ഷയ്ക്ക് മാത്രമുള്ള ഒരു സിലബസ്, അങ്ങനെ ലഘൂകരിക്കാനുള്ള ഒരു സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നു. അപ്പൊ നോക്കുക, കുട്ടികളുടെ പഠനഭാരം ലഘൂകരിക്കുക എന്നുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ കമ്മീഷൻ അത് യശ്പാൽ കമ്മീഷൻ എന്ന് കൂടി ഓർത്ത് വയ്ക്കുക. അപ്പൊ 93 കമ്മീഷൻ. ദെൻ ഫൈനലി നമുക്കറിയാം ഇപ്പൊ 2020 കമ്മീഷൻ ഏതാണ്? ഡോക്ടർ കസ്തൂരി രംഗൻ കമ്മീഷൻ. ദാറ്റ് ഈസ് എന്താണ്? വിദ്യാഭ്യാസ സമ്പ്രദായം സമൂലം പരിപൂർണമായും പരിഷ്കരിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ 2020 ഡോക്ടർ കസ്തൂരി രംഗൻ കമ്മീഷൻ. 2020 ജൂലൈ തന്നെ അത് അംഗീകാരം നൽകി. അപ്പൊ നോക്കിയ വിദ്യാഭ്യാസ രംഗം പരിപൂർണമായും പരിഷ്കരിച്ചെടുക്കുക എന്ന ഒരു സിസ്റ്റമാണ്, അങ്ങനെ ഒരു നിർദ്ദേശമാണ് കസ്തൂരി രംഗൻ കമ്മീഷൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സിസ്റ്റം പോകുന്നു എന്നുള്ള ഈ സിസ്റ്റം മാറി എന്തായിട്ട് പറഞ്ഞു? 5+3+3+4 സിസ്റ്റം എന്ന രീതിയിലേക്കായിരുന്നു. ഈ 10ാം ക്ലാസ് 2 വർഷം ഇന്റർമീഡിയറ്റ് കോളേജ് അത് മാറി 5+3+3+4 എന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ത്യയിൽ വരുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം നോക്കിയാൽ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് ഓർത്തുക. ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിനിടയിൽ സാലർ കമ്മീഷനൊക്കെ ഉണ്ട്, അതൊക്കെ ഹാർട്ടോഗ് കമ്മീഷൻ ഉണ്ട്, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ട് ഇത് മാത്രം പറഞ്ഞു എന്ന് ഓർക്കുക. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കമ്മീഷൻ ഓർക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം നിലവിൽ വന്നത് എന്നാണ്. നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം നിലവിൽ വന്നത് ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് 1986. എല്ലാവർക്കും അറിയാവുന്നതാണ് 1986 ഓർപ്പിക്കുക. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് 1986. നമ്മുടെ കോത്താരി കമ്മീഷന്റെ 64 കോത്താരി കമ്മീഷന്റെ നിർദ്ദേശങ്ങളെ ചുവടെ പിടിച്ചുകൊണ്ടാണ് ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യ വരുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് ഓർത്ത് വയ്ക്കുക. കിട്ടിയ പോളിസി ആവും നാഷണൽ എഡ്യൂക്കേഷൻ ആണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 86. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ പുനഃപരിശോധിച്ച ഒരു കമ്മിറ്റി കൂടിയാണ്. ഏതായാലും കമ്മീഷൻ ഒന്ന് 1990 രാമമൂർത്തി കമ്മീഷൻ. ദെൻ 92 ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി കൂടിയാണ്. ജനാർദ്ദന റെഡ്ഡി ഒന്ന് ഓർമ്മിക്കുക. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തെ പുനഃപരിശോധിച്ച കമ്മിറ്റി വെച്ചാൽ 1990 രാമമൂർത്തി കമ്മിറ്റി ഉണ്ടായിരുന്നു. അതോടൊപ്പം 1992
ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി കൂടി ഉണ്ടായിരുന്നു. അപ്പൊ 86 അതൊന്നും മറക്കാതെ പഠിച്ചു. 1986 നമുക്ക് വളരെ പ്രധാനപ്പെട്ട സംഭവം എന്താണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. എല്ലാവർക്കും അറിയാം എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. മറക്കാതെ പഠിച്ചു. 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് വെച്ചാൽ എന്താണ്? ബേസിക് നെസസറീസ് ഫോർ പ്രൈമറി എഡ്യൂക്കേഷൻ. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരുന്നു ഏത്? ഈ പറഞ്ഞ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് മറക്കാതെ പഠിച്ചു വെക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി 1988 നമുക്കുള്ളത് നാഷണൽ ലിറ്ററസി മിഷൻ, ദേശീയ സാക്ഷരതാ മിഷൻ. ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്ന വർഷം 1988. ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്ന വർഷം 1988. കേരളത്തിലൊക്കെ സാക്ഷരതാ മിഷന് മറ്റൊരു പേര് കൂടി വന്നിരുന്നു, പുതിയൊരു പേര് വന്നു. എന്തായിരുന്നു? ലീപ്പ് എന്ന് വരുന്നു. ഓർമ്മയുണ്ടാക്കിയാലും ലീപ്പ് എന്തായിരുന്നു? ലോങ് ലീവ് എഡ്യൂക്കേഷണൽ ആൻഡ് അവയർനെസ് പ്രോഗ്രാം. ദാറ്റ് ഈസ് ലീപ്പ്. ലീപ്പ് എന്താണ്? ലോങ് ലീവ് എഡ്യൂക്കേഷണൽ ആൻഡ് അവയർനെസ് പ്രോഗ്രാം. അതാണ് ലീപ്പ് എന്ന് ഓർത്തിക്കുക. അപ്പോൾ നാഷണൽ ലിറ്ററസി മിഷൻ, ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്ന വർഷം 1988 ഓർത്തിക്കുക. ഇനി 89 നമുക്ക് രണ്ട് കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഒന്ന്, നേതാജി സുഭാഷ് ലിറ്ററസി പ്രോഗ്രാം എന്ന് പറയുന്നത്. നേതാജി സുഭാഷ് സാക്ഷരതാ പ്രോഗ്രാം. ദാറ്റ് ഈസ് എന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇറാഡിക്കേഷൻ ലിറ്ററസി ഫ്രം ഇന്ത്യ. ടോട്ടലി ഇറാഡിക്കേഷൻ ഓഫ് ഇലിറ്ററസി ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് പരിപൂർണമായും നിരക്ഷരത തുടച്ചു കളയുക. ഇന്ത്യയിൽ നിന്ന് പരിപൂർണമായും നിരക്ഷരത തുടച്ചു കളയുന്ന ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന പദ്ധതിയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ലിറ്ററസി പ്രോഗ്രാം എന്ന സംഭവം. അതേ വർഷം തന്നെ 1989 തന്നെ മറ്റൊരു സംഭവം കൂടി വന്നതാണ് മഹിളാ സമഖ്യ പ്രോഗ്രാം എന്ന് പറയും. മഹിളാ സമഖ്യ പ്രോഗ്രാം എന്താണ്? മഹിളാ സമഖ്യ പ്രോഗ്രാം എന്ന് പറയുന്നത് 1989 മഹിളാ സമഖ്യ പ്രോഗ്രാം എന്താണ്? എഡ്യൂക്കേറ്റ് ദി ഇന്ത്യൻ വുമൻ ആൻഡ് എംപവർ ദം ഇൻ റൂറൽ ഏരിയാസ്. എഡ്യൂക്കേറ്റ് ദി വുമൻ ആൻഡ് എംപവർ ദം ഇൻ റൂറൽ ഏരിയാസ്. ഗ്രാമീണ മേഖലകളിലെ പെൺകുട്ടികളെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ സ്ത്രീകളെ വിദ്യാഭ്യാസം നൽകുകയും അതോടൊപ്പം അവരെ എംപവർമെന്റ് ചെയ്യുക. അവരെ എംപവർമെന്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിൻ്റെയായിരുന്നു മഹിളാ സമഖ്യ പ്രോഗ്രാം എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പൊ ഈ രണ്ട് പദ്ധതികളും മറക്കാതെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഇതിൽ വേണ്ടത് ഒന്ന്, ഈ സംഭവങ്ങളൊന്ന് പ്രധാനമായിട്ടൊന്ന്. ഒന്ന് 1994 എന്താണ്? DPEP എന്ന് ഓർക്കുക. DPEP നിലവിൽ വന്ന വർഷം 1994 DPEP. എന്താണ് DPEP? ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷണൽ പ്രോഗ്രാം നിലവിൽ വന്നാണ് 1994. ഈ DPEP ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ that is ഉത്തർപ്രദേശ്. മറക്കരുത്. DPEP ഓർക്കുക. ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം ലോഞ്ച്ഡ് ഇൻ 1994 ആൻഡ് ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഇംപ്ലിമെന്റഡ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. പിന്നീട് വന്ന പദ്ധതിയാണ് 2001 ഏതുകൊണ്ട്? സർവ ശിക്ഷ അഭിയാൻ. മറക്കാതെ പഠിക്കുക. സർവ ശിക്ഷ അഭിയാൻ 2001. അപ്പൊ DPEP 94 ആദ്യമായി ഉത്തർപ്രദേശ്, സർവ ശിക്ഷ അഭിയാൻ 2001 ഒന്ന് പഠിച്ചു നോക്കിയാൽ ക്ലിയർ ആയല്ലേ? ഓക്കെ. ഇനി ഇതിനോടൊപ്പം നമുക്ക് പഠിക്കാനുള്ള ഒരു സംഭവം 2004 സെപ്റ്റംബർ 20 വേണം. ഈ ഡേറ്റ് വളരെ ഷാർപ്പായിട്ട് ഒരുപാട് സമയങ്ങളിൽ ഒരുപാട് തവണ PSC ഒരുപാട് തവണ ചോദിച്ച സംഭവം 2004 സെപ്റ്റംബർ 20. അന്നതിന് വിദ്യാഭ്യാസമായിട്ടല്ല മറ്റൊരു മേഖലയിൽ ഇതിന് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. 2004 സെപ്റ്റംബർ 20. ആർക്കെങ്കിലും ഈ ഡേറ്റ് ഓർമ്മയുണ്ട്? 2004 സെപ്റ്റംബർ 20 ഓർമ്മിക്കുക. എഡ്യൂസാറ്റ് വിക്ഷേപിച്ചു. അന്നത് സ്പേസ് ISROയുമായി ബന്ധപ്പെട്ട് PSC ഒരുപാട് തവണ ചോദിച്ചു. എഡ്യൂസാറ്റ് വിക്ഷേപിച്ച വർഷം 2004 സെപ്റ്റംബർ 20. മറക്കൽ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ചാനൽ GSAT 3 ആണ് ലോഞ്ച് ചെയ്യുന്നത് 2004 സെപ്റ്റംബർ 20. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ഉപഗ്രഹമാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചാനലാണ് എഡ്യൂസാറ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. ഈ എഡ്യൂസാറ്റിന് ഒരു ചാനൽ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് വിക്ടേഴ്സ്. എഡ്യൂസാറ്റിന്റെ ചാനലാണ് വിക്ടേഴ്സ്. കിട്ടിയ എഡ്യൂസാറ്റിന്റെ ചാനൽ വിക്ടേഴ്സ് ഓർത്തിക്കുക. VICTORS അല്ല ERS. എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുക? ഈ വിക്ടേഴ്സിന്റെ ഒരു എക്സ്പാൻഷൻ എന്തായിരിക്കും? വെർച്വൽ ക്ലാസ് റൂം ടെക്നോളജി ഓൺ എഡ്യൂസാറ്റ് ഫോർ റൂറൽ സ്കൂൾ. വെർച്വൽ ക്ലാസ് റൂം ടെക്നോളജി ഓൺ എഡ്യൂസാറ്റ് ഫോർ റൂറൽ സ്കൂൾ. ദാറ്റ് ഈസ് വിക്ടേഴ്സ്. അപ്പൊ മറക്കരുത്. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏതാണ്? എഡ്യൂസാറ്റിന്റെ ചാനലാണ് വിക്ടേഴ്സ്. 2004 ആണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർക്കുക. ഇനി നമുക്ക് ഇതിനോട് ചേർത്ത് നമുക്ക് വേണ്ടത് 1-2 കാര്യങ്ങളാണ്. NCERT അറിയാം. എന്താണ് NCERT നിലവിൽ വന്നത്? NCERT SCERT ഒക്കെ നിലവിൽ വന്നതെന്നാണ് ഓർത്തുവയ്ക്കുക. NCERT പലതവണ ചോദിക്കാറുണ്ട്. നാഷണൽ കൗൺസിൽ ഓഫ് അല്ലെ ഓർത്തിക്കുക. NCERT NCERT എന്ന് പറയുന്നതാണ് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് ട്രെയിനിങ്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് ട്രെയിനിങ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖല വളരെ പരിവർത്തനം ഉണ്ടാക്കിയ നാഷണൽ ഒരു കേന്ദ്ര ഏജൻസി. വിദ്യാഭ്യാസ മേഖല സ്കൂൾ വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി കൂടുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിന് നിർദ്ദേശങ്ങൾ നൽകാനും ഗൈഡൻസുകൾ നൽകാനും പരീക്ഷകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും കേന്ദ്ര നിർദ്ദേശിക്കാനുള്ള
ഉന്നത ബോഡിയാണ് NCERT 1961. മാർക്ക് 1961 ആണ് NCERT നിലവിൽ വന്നത്. നമ്മുടെ ഗോവ ലിബറേഷന്റെ വർഷം. ഇതോടൊപ്പം ഓരോ സംസ്ഥാനങ്ങളും വരുന്നുണ്ട്. ഇതുപോലെ SCERT വരുന്നത് അല്ലെ. കേരള SCERT എന്നാ വന്നത് സ്റ്റേറ്റ് SCERT വന്നത് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ട്രെയിനിങ്. SCERT വന്നത് 1998 ആണ്. നമ്മുടെ SCERT വന്നത് 1998. അപ്പൊ NCERT ഓർത്തിക്കുക 1961, SCERT 1998 എന്ന് ഓർത്തിക്കുക. ഇതോടൊപ്പം ഒരു സെൻട്രൽ ബോഡി ഉണ്ട്, സ്വയം ഭരണാധികാരമുള്ള ഒരു വിദ്യാഭ്യാസ ബോഡി ഉണ്ട്. അതാണ് സെൻട്രൽ ബോർഡ് ഓഫ് CBSE സെക്കൻഡറി എഡ്യൂക്കേഷൻ. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കിട്ടിയ ഇന്ത്യയിൽ കേന്ദ്രത്തിന് കീഴിൽ തന്നെ കേന്ദ്ര അനുമതിയുള്ള ഒരു സ്വയം ഭരണാധികാരമുള്ള ഒരു വിദ്യാഭ്യാസ മേഖല, സ്വയം ഭരണാധികാരമുള്ള ഒരു ബോഡിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഏകദേശം 15,000-ഓളം സ്കൂളുകളാണ് ഈ സ്വയം ഭരണാധികാര സ്ഥാപനത്തിന് കീഴിൽ നിലനിൽക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ ഒരു സ്വയം ഭരണാധികാര വിദ്യാഭ്യാസ ഏജൻസിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് ഓർത്തിക്കുക. ഏകദേശം 15,000-ഓളം സ്കൂളുകൾ ഇതിന് കീഴിലുണ്ട്, CBSE കീഴിലുണ്ടെന്ന കാര്യം കൂടി ഓർത്തിക്കുക. നിലവിൽ വന്ന വർഷം എന്തായിരുന്നു? 1953 എന്ന് ഓർത്തിക്കുക. 1953 ഇതുകൊണ്ട് CBSE എന്ന സംഭവം കൂടി വന്നതെന്ന് ഓർത്തിക്കുക. ക്ലിയർ ആയില്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിക്കുക. ദെൻ നമുക്ക് വേണ്ടത് ഒരു പ്രധാനപ്പെട്ടതും NCT നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ നിലവിൽ വന്നത് 1995. മറക്കരുത്, നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ നിലവിൽ വന്ന് 1995 എന്ന് ഓർത്തിക്കുക. ഇതോടൊപ്പം 1995 മറ്റൊരു പദ്ധതി കൂടി വന്നു, മിഡ് ഡേ മീൽ പദ്ധതി. കിട്ടിയ മിഡ് ഡേ ഡീൽ പദ്ധതി നമുക്കറിയാലോ, ഉച്ചഭക്ഷണം സ്കൂളുകളിൽ ഉച്ചഭക്ഷണം നൽകുന്ന ഒരു പദ്ധതി. അതാണ് മിഡ് ഡേ മീൽ പദ്ധതി എന്ന ഉച്ചഭക്ഷണ പദ്ധതി എന്ന് പറയുന്നത് 1995 തന്നെ. ഇതൊക്കെ വരുന്ന നമ്മുടെ മറ്റു ചില കമ്മീഷണർ ശുപാർശയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിദ്യാഭ്യാസം 14 വയസ്സിനും 6 വയസ്സിനിടയിൽ സൗജന്യമാക്കണം, നിർബന്ധിതം നോക്കണം ഒക്കെ പറയാനുള്ള കാരണം സ്കൂളിൽ നിന്ന് ഡൗൺഫോളുകൾ നന്നായി നടക്കണം. കിട്ടിയ അക്കാദമിക് ഇയർ സ്റ്റാർട്ടിംഗ് ഒരുപാട് കുട്ടികൾ ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞൊക്കെ ഒഴിഞ്ഞു പോകും. അപ്പൊ കാരണം അന്വേഷിച്ച പ്രധാനമായിട്ടും എന്തായിരുന്നു? ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ല, പാരന്റ്സിന്റെ കയ്യിൽ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ല. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്. വീണ്ടും പഠനം തുടങ്ങി, ഇതേപോലെ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യും, കുട്ടികൾ തോന്നുന്നുണ്ടാകും, കുറെ കഴിഞ്ഞ് കുട്ടികളെ കാണാനില്ല. വീണ്ടും റിസർച്ച് നടത്തി, സർവേ നടത്തിയപ്പോൾ എന്തായിരുന്നു? കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, അതുകൊണ്ടാണ് കുട്ടികൾ വരാത്തത്. അങ്ങനെയാണ് മിഡ് ഡേ മീൽ പദ്ധതിയൊക്കെ വരുന്നത്. അപ്പോൾ ഓർത്തിക്കുക 1995 എന്ന് ഓർത്തിക്കുക, NCERT ഓർത്തിക്കുക 1995 എന്ന് ഓർത്തിക്കുക. ഓക്കെ, കിട്ടിയില്ലേ? ദെൻ നമുക്ക് വേണ്ടത് ഭാരത് ശിക്ഷാ കോശ് എന്നൊരു പദ്ധതി കൊണ്ട്, ഭാരത് ശിക്ഷാ കോശ് കിട്ടിയ ഇങ്ങനെ ഒരു പദ്ധതി വരുന്നത് 2003 എന്തായിരുന്നു ഭാരത് ശിക്ഷാ കോശ് എന്ന് പറയുന്ന പദ്ധതി? നമ്മുടെ ഫെസിലിറ്റേറ്റ് ചെയ്യുക. എന്താണ് ഫെസിലിറ്റേറ്റ്? ഡൊണേഷൻ ഫ്രം ഇന്ത്യ ആൻഡ് അബ്രോഡ് ഫോർ ഇന്ത്യൻ എഡ്യൂക്കേഷൻ. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് വിദേശങ്ങളിൽ നിന്നും നമ്മുടെ സ്വന്തം രാഷ്ട്രത്തിൽ നിന്നും സംഭാവന സ്വീകരിക്കാനുള്ള ഒരു നിധി, ഒരു സംഭാവന, ഒരു ട്രഷർ, ഒരു നിധിയാണത് ഭാരത് ശിക്ഷാ കോശ് എന്ന് പറയുന്നത്. ഭാരത് ശിക്ഷാ കോശ് എന്ന് പറയുക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും പണം ഡൊണേഷൻ, സംഭാവന സ്വരൂപിക്കാൻ വേണ്ടിയുള്ള ഒരു നിധിയാണ്, ഒരു വിദ്യാഭ്യാസ നിധിയാണ് ഭാരത് ശിക്ഷാ കോശ് 2003. അതോടൊപ്പം നമുക്ക് വേണ്ടത് റൂസ എന്നൊരു പദ്ധതി കൂടി ഇതിനോട് ചേർത്ത് പഠിക്കുന്നത്. റൂസ അല്ലെ, റൂസ 2013. എന്താണ് റൂസ? ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി നന്നാക്കാൻ വേണ്ടിയാണ് റൂസ വന്നത്. എന്താണ്? രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ. രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ, അതാണ് ഇത് റൂസ എന്ന് പറയുന്ന പദ്ധതി എന്ന് ഓർത്തിക്കുക. 2013. ദെൻ നമുക്ക് വേണ്ടത് RMSA എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. സെക്കൻഡറി എഡ്യൂക്കേഷൻ കിട്ടിയ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് RMSA വന്നത്. വർഷം ഏതായിരുന്നു? 2009 RMSA രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് 2009. ഇതേപോലെ റൂസ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സെക്കൻഡറി എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതാണ് റൂസ. രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിനയൊക്കെ വർഷമാണ് ചോദിക്കാറ്, അപ്പൊ ഓർത്ത് വയ്ക്കുക. കിട്ടിയ നെക്സ്റ്റ് നമുക്ക് മാനസ് എന്നൊരു സംഭവം കൂടി ഓർത്ത് വയ്ക്കുക. മാനസ് എന്തായിരുന്നു? മാനസ് 2013. മാനസ് 2013 മൗലാന ആസാദ് നാഷണൽ അക്കാദമി ഫോർ സ്കിൽ. മൗലാന ആസാദ് നാഷണൽ അക്കാദമി ഫോർ സ്കിൽ, അതാണ് മാനസ് എന്ന കാര്യം കൂടി ഓർത്തിക്കുക. അപ്പൊ ഇത്രയും ഈ ഭാഗങ്ങൾ, ഈ പ്രൊജക്ടുകളും ഈ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെടുന്ന ഓർത്തിക്കുക. ഇനി നമുക്ക് വേണ്ട 1-2 സംഭവങ്ങൾ, പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ ആണ്. ഏതായാലും ഇന്ത്യയിൽ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുണ്ട്. UGC ഓൾറെഡി ഞാൻ പറഞ്ഞതുകൊണ്ട് ഇനി അത് പറയുന്നില്ല. UGC നമ്മൾ പറഞ്ഞതാണ് 56 53 ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യ വന്നത് ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യ ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് എന്ന് ഓർത്ത് വയ്ക്കുക. അതിന് ഇപ്പോഴത്തെ പേര് ഡോക്ടർ BR അംബേദ്കർ യൂണിവേഴ്സിറ്റി ആണ്. ഡോക്ടർ BR അംബേദ്കർ യൂണിവേഴ്സിറ്റി മറക്കരുത്. ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യ
ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അതിന്റെ ഇപ്പോഴത്തെ പേരാണ് ഡോക്ടർ BR അംബേദ്കർ യൂണിവേഴ്സിറ്റി. പക്ഷേ ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ദാറ്റ് ഈസ് ഏതാണ്? IGNOU. ഒരു സംശയമാണ്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് IGNOU. 1985 രൂപം കൊണ്ടത്. വളരെ പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റി. ഒരുപാട് നമുക്ക് തിരഞ്ഞെടുക്കാൻ അത്രത്തോളം എന്താ പറയുക കോഴ്സുകളുണ്ട്, പഠിക്കാനുള്ള സൗകര്യം. ഏത് സ്റ്റേറ്റിലും എവിടെ വേണമെങ്കിലും പോയി, ലോകത്തിന്റെ ഏത് ഭാഗത്തും പോയി പഠിക്കാൻ സൗകര്യമുള്ള ഒരു സംഭവമാണ് IGNOU എന്ന് ഓർത്ത് വയ്ക്കുക. 1985. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി IGNOU എന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. കിട്ടിയ IGNOUടെ മോട്ടോ എന്താ? IGNOU യൂണിവേഴ്സിറ്റി മോട്ടോ ഉണ്ടെന്നാണ്. ഇറ്റ് ഈസ് മോട്ടോ എന്നാണ് പീപ്പിൾസ് യൂണിവേഴ്സിറ്റി. കിട്ടിയ ജനങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുക. പീപ്പിൾസ് യൂണിവേഴ്സിറ്റി എന്നാണ് IGNOUയുടെ ആപ്തവാക്യം. മറക്കാതെ പഠിച്ചു വയ്ക്കുക. IGNOUയുടെ ആപ്തവാക്യം പീപ്പിൾസ് ഇൻ 1985. ഈ IGNOUക്ക് 2 വിദ്യാഭ്യാസ ചാനലുകളുണ്ട്. IGNOUക്ക് 2 വിദ്യാഭ്യാസ ചാനലുകളുണ്ട്. ഏതെങ്കിലും 2 വിദ്യാഭ്യാസ ചാനലുകൾ ഓർത്ത് നോക്കിയതാണ്. ഒന്ന് ഗ്യാൻ ദർശൻ എന്ന് പറയുന്നത്, ഗ്യാൻ ദർശൻ കിട്ടിയ. മറ്റൊന്ന് ഗ്യാൻ വാണി എന്ന് പറയുന്നത്, ഗ്യാൻ വാണി കിട്ടിയ. IGNOUയുടെ ടെലിവിഷൻ പ്രോഗ്രാമാണ് ഗ്യാൻ ദർശൻ. IGNOUയുടെ ടെലിവിഷൻ ചാനലാണ് അത് ഗ്യാൻ ദർശൻ. അതേസമയം IGNOUയുടെ ഓൾ ഇന്ത്യ റേഡിയോ പ്രോഗ്രാമാണ് ഗ്യാൻ വാണി എന്നറിയപ്പെടുന്നത്. രണ്ടും പറക്കാതെ. ഇതോടൊപ്പം തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. IGNOUക്ക് ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ഏകലവ്യ. മറക്കാതെ പഠിച്ചിരിക്കുക. IGNOUയുടെ സാങ്കേതിക വിദ്യാഭ്യാസ പ്രോഗ്രാം ചാനൽ ചോദിച്ചാൽ ഏകലവ്യാണ്. IGNOUയുടെ ടെലിവിഷൻ പ്രോഗ്രാം വെച്ചാൽ ഗ്യാൻ ദർശനാണ്. റേഡിയോ പ്രോഗ്രാം വെച്ചാൽ ഗ്യാൻ വാണിയാണെന്ന കാര്യം ഓർത്തിക്കുക. അപ്പൊ IGNOU ഇതുമായി ബന്ധപ്പെട്ട കാര്യം ഓർത്തിക്കുക. ഇനി നമുക്കുള്ളത് ഫസ്റ്റ് ട്രൈബൽ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യ ട്രൈബൽ യൂണിവേഴ്സിറ്റി ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി അമർഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? അമർഖണ്ഡ്. ഫസ്റ്റ് ട്രൈബൽ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിൽ ആദ്യത്തെ ഗോത്രവർഗ സർവകലാശാല വർത്തിക്കുക. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി അവിടെ വരും. അമർഖണ്ഡ് വരും. അമർഖണ്ഡ് എവിടെയാണ്? മധ്യപ്രദേശ്. ഫസ്റ്റ് പ്രവാസി യൂണിവേഴ്സിറ്റി അത് ബാംഗ്ലൂരാണ് വരുന്നത്. എവിടെയാണ്? ബാംഗ്ലൂർ. ഫസ്റ്റ് പ്രവാസി യൂണിവേഴ്സിറ്റി വരുന്നത് ബാംഗ്ലൂരാണ് ഓർത്തിക്കുക. ട്രൈബൽ യൂണിവേഴ്സിറ്റി അമർഖണ്ഡ് മധ്യപ്രദേശ് ഓർത്തിക്കുക. നെക്സ്റ്റ് വൺ മോർ ഒന്ന് നമുക്ക് വേണ്ടത് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സിംല കിട്ടുന്നുണ്ടോ? സിംല, ഹിമാചൽ പ്രദേശിലെ സിംല ഓർത്തിക്കുക. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്വാൻസ്ഡ് സ്റ്റഡി എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ സിംലയാണെന്ന കാര്യം കൂടി ഓർത്തിക്കുക. വൺ മോർ നമുക്ക് ഒന്നുകൂടി എഴുതാനുള്ളത് സിഫൽ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. സിഫൽ എന്ന് കേട്ടിട്ടുണ്ട്. സിഫൽ എന്ന് പറയും, അല്ലെങ്കിൽ അതിന് പുതിയ പേരാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി. ദാറ്റ് ഈസ് IFLU യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ വളരെ വളരെ പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് IFLU യൂണിവേഴ്സിറ്റി. എൻട്രൻസ് എക്സാം ഒക്കെ എഴുതിയാണ് അതിലെടുക്കാറ്. IFLU നോർത്തിക്കുക. പഴയ പേര് സിഫൽ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. വിദേശ ഭാഷകളും അതോടൊപ്പം ഇംഗ്ലീഷ് പഠനത്തിന് ഏറ്റവും ഉന്നതമായ ഇന്ത്യയിലെ സ്ഥാപനമാണ് സിഫൽ, അല്ലെങ്കിൽ അതിന്റെ പുതിയ പേരാണ് IFLU യൂണിവേഴ്സിറ്റി എന്ന് ഷോർട്ട്ലി നമ്മൾ പറയും. എന്താണ്? ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി. ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിച്ചാൽ എഴുതിക്കുക ഹൈദരാബാദ് എന്ന് ഓർത്തിക്കുക. എവിടെയാണ്? ഹൈദരാബാദ് എന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പൊ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പ്രധാനമായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ ഭാഗത്ത് ചോദ്യങ്ങളുണ്ട്, ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇന്ത്യയിൽ NCC രൂപമുണ്ട്. സൈനിക സ്കൂൾ. NCC എന്ന് ഓർത്ത് വയ്ക്കുക. സൈനിക സ്കൂൾ എന്ന ആശയം കൊണ്ടുവന്നതാണ് ഇന്ത്യയിൽ. സൈനിക, ഇപ്പൊ കഴക്കൂട്ടൊക്കെ സൈനിക സ്കൂളൊക്കെ അല്ലേ, കുട്ടികളെ ചേർത്തുന്ന 6ാം ക്ലാസ് മുതലുള്ള കുട്ടികളൊക്കെ ചേർത്തുന്ന സൈനിക സ്കൂൾ കഴക്കൂട്ടുണ്ട്. അപ്പൊ അങ്ങനെ സൈനിക സ്കൂൾ എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് VK കൃഷ്ണമേനോനാണ്. അതോടൊപ്പം തന്നെ ജസ്റ്റ് ഓർക്കുക നമുക്ക് NCC രൂപം കൊണ്ട വർഷം, നാഷണൽ കാഡറ്റ് കോർപ്സ്. NCC രൂപം കൊണ്ട വർഷം 1948 ബൈ ആരാ സ്ഥാപിച്ച ആള്? നെഹ്റു. മറക്കരുത്. കുട്ടികളിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ദേശീയബോധവും രാജ്യബോധവും അതോടൊപ്പം തന്നെ മതേതരത്വം തുടങ്ങിയ നാഷണൽ വാല്യൂസ്, ദേശീയ മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടി നെഹ്റു സ്ഥാപിച്ചാണത് NCC, നാഷണൽ കാഡറ്റ് കോർപ്സ് 1948. അക്കോർഡിംഗ് ദി റിപ്പോർട്ട് ഓഫ് എന്താണ് HN കുൻസ്രു കമ്മിറ്റി. കിട്ടിയാണ്? ഏത് കമ്മിറ്റി ശുപാർശ പ്രകാരമാണ് NCC രൂപം വെച്ചുള്ളത്? HN കുൻസ്രു. നമ്മുടെ ഹൃദയനാഥ് കുൻസ്രു, ഫസൽ അലി കമ്മീഷനിലെ അംഗമായിരുന്ന HN കുൻസ്രുവിന്റെ കമ്മിറ്റി. ആ കമ്മിറ്റി ശുപാർശ പ്രകാരമാണ് NCC സ്ഥാപിച്ച 1948 ബൈ ആരാണ്? നെഹ്റു. NCCക്ക് ഒരു ആപ്തവാക്യം ഉണ്ട്. എന്താണ് NCCയുടെ ആപ്തവാക്യം? NCC പഠിച്ച കുട്ടികളെ വളരെ എളുപ്പത്തിൽ കിട്ടും. NCCയുടെ ആപ്തവാക്യം എന്താണ്? യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ. മറക്കരുത്, യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ. കിട്ടിയ? യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ. അതാണ് NCCയുടെ ആപ്തവാക്യം. നോക്കുക. ഇനി അപ്പൊ NCC ഓർത്തിക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്തുകൊണ്ട് ഭാരതീയ വിദ്യാഭവൻ. ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചവരാണ് 1938 ഡോക്ടർ KM മുൻഷി. ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ച 1938
ഡോക്ടർ കെ മുൻഷിയാണ് ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത്. ഇതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് ഒന്നാണ് നവോദയ വിദ്യാലയങ്ങൾ. ഒരുപാട് നമുക്കറിയാം അല്ലെ, റെസിഡൻഷ്യൽ സ്കൂളുകളാണ് നവോദയ വിദ്യാലയങ്ങൾ. റെസിഡൻഷ്യൽ സ്കൂളുകളാണ് നവോദയ വിദ്യാലയങ്ങൾ. 1986 നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത്. ജവഹർലാൽ നെഹ്റു നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് 1986. വൺ മോർ നമുക്ക് വേണ്ട കേന്ദ്രീയ വിദ്യാലയങ്ങൾ. 1963 കേന്ദ്രീയ വിദ്യാലയം. കേന്ദ്രീയ വിദ്യാലയങ്ങൾ അറിയാലോ, അതിന്റെ സ്റ്റാൻഡേർഡും അതിന്റെ ഡിസിപ്ലിൻസ് ഒക്കെ നമുക്ക് കേന്ദ്രീയ വിദ്യാലയങ്ങൾ എന്തിനാണ് പ്രൊവൈഡിങ് എന്തിനാണ് എങ്ങനെയാണ് കൊടുക്കുന്നത്? പ്രൊവൈഡിങ് എന്ന് വെച്ചാൽ ഒരു നോൺ ഇൻറപ്റ്റഡ് എഡ്യൂക്കേഷൻ ഫോർ സെൻട്രലി ഗവൺമെന്റ് എംപ്ലോയീസ്. കേന്ദ്ര ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കുട്ടികൾക്ക് ഒരു നോൺ ഇൻറപ്റ്റഡ് ആയിട്ടുള്ള ഒരു തടസ്സമില്ലാത്ത വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയാണ് ഏത് കൊടുക്കുന്നത്? കേന്ദ്രീയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചെന്ന് ഓർത്തിക്കുക. അപ്പൊ ഈ പറഞ്ഞ 3-4 സ്കൂളുകളൊക്കെ NCC ഓർത്തിക്കുക, ഭാരതീയ വിദ്യാഭവൻ ഓർത്തിക്കുക, കേന്ദ്രീയ വിദ്യാലയം ഓർത്തിക്കുക. ഇതൊക്കെ ഇതിനോട് ചേർത്ത് ഓടിക്കുക. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് 2-3 ഡേറ്റുകളാണ് ഓർത്തിക്കുക. എന്നാണ് നാഷണൽ എഡ്യൂക്കേഷന്റെ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ ജന്മദിനം ഇതാ വരുന്നു, നവംബർ 11. അതാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. നാഷണൽ ടീച്ചേഴ്സ് ഡേ എന്നാണ് നാഷണൽ ടീച്ചേഴ്സ് ഡേ സെപ്റ്റംബർ 5 അല്ലെ. ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5 നാഷണൽ ടീച്ചേഴ്സ് ഡേ നമ്മൾ ആചരിക്കുന്നത്. ഇന്റർനാഷണൽ ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ അതെന്നായിരിക്കും ഒക്ടോബർ 5 ആയിരിക്കും. മറക്കരുത് കേട്ടോ, ഒക്ടോബർ 5 ഇന്റർനാഷണൽ ടീച്ചേഴ്സ് ഡേ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഓർത്തിക്കുക, വേൾഡ് ഇന്റർനാഷണൽ ലിറ്ററസി ഡേ, അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. യൂണിസെഫ് ആണത് പ്രഖ്യാപിച്ച സെപ്റ്റംബർ 8 എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സ്റ്റേറ്റിനും വേറെ ഇല്ലാത്തതെന്ന് ഓർത്ത് വയ്ക്കുക. സ്റ്റേറ്റ് മീൻസ് രാഷ്ട്രങ്ങൾ. അപ്പൊ സെപ്റ്റംബർ 8 ഓർത്തിക്കുക, സാക്ഷരതാ ദിനം ഓർത്തിക്കുക. അതോടൊപ്പം നമുക്കുണ്ട് വേൾഡ് ബുക്ക് ഡേ. ഏപ്രിൽ 23. നമുക്കറിയാം നമ്മുടെ ഷേക്സ്പിയറുടെ ജന്മദിനം അല്ലെ. ഷേക്സ്പിയറുടെ ജന്മദിനമാണ് ഏപ്രിൽ 21. അതാണ് നമ്മൾ എന്തായിട്ട് കണക്കുന്നത്? വേൾഡ് ബുക്ക് ഡേ ആയിട്ട് കണക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ് വായനാ ദിനം. എന്നാ വായനാ ദിനം? ജൂൺ 19. മറക്കത് വായന ദിനം കൂടി ഓർത്തുവയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന ഭാഗമായി നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക, എല്ലാവരും നല്ല ഭംഗിയായിട്ട് പഠിക്കുക, എല്ലാവരും നല്ല ഭംഗിയായിട്ട് ശനിയാഴ്ച എക്സാം എഴുതുക. എക്സാം എഴുതുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും വീണ്ടും പറയാം.